എൻ്റെ ലാസ്റ്റ് യൂട്യൂബ് വീഡിയോയിലും റീൽസിലും ഒക്കെ ഞാൻ ട്രെറ്റിനോയിൻ അസിലേക്ക് ആസിഡ് കോമ്പോയിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹൗ ടു യൂസ് ട്രെറ്റിനോയിൻ ആൻഡ് അസിലേക്ക് ആസിഡ് കോമ്പോ ഇൻ എ വെരി പ്രോപ്പർ വേ അക്കോർഡിംഗ് ടു യുവർ സ്കിൻ ടോളറൻസ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പ്രോപ്പർ ആയിട്ട് ഈ റൊട്ടീൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നല്ലൊരു ഐഡിയ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കിൻ എങ്ങനെ ടോളറേറ്റ് ചെയ്യുമോ ആ രീതിയിലായിരിക്കും നമ്മളുടെ റൊട്ടീനിൽ ഈ ഒരു കോംബോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് നല്ല വെൽ ടോളറേറ്റഡ് സ്കിന്നാണ്. ഓക്കെ, വെൽ ടോളറേറ്റഡ് സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന രീതിയും കുറച്ച് എന്താണ് കുറച്ച് കൂടിയ വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എൻ്റെ സ്കിന്നിന് ഇത് ഓക്കെ ആണ് എന്ന് അപ്രൂവ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. AM റൂട്ടീനിൽ ആദ്യം ഫേസ് വാഷ് ചെയ്യും, നല്ലോണം ഫേസ് ഡ്രൈ ആയതിനു ശേഷം അസിലേക്ക് ആസിഡ് ഒരു പീ സൈസ് എമൗണ്ട് എടുത്ത് ഞാൻ ഹോൾ ഫേസ് അപ്ലൈ ചെയ്യും. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരക്കില്ല, ഡാബ് ചെയ്യാണ് ചെയ്യുക. ഡാബ് ചെയ്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ട് ഞാൻ അതൊരു 5 മിനിറ്റ്സ് ഞാൻ വീണ്ടും ഈ 5 മിനിറ്റ്സ് ലീവ് ഓൺ ചെയ്യണമെന്നില്ല. പക്ഷെ എനിക്ക് ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോഴും ഞാനൊരു 2 to 5 മിനിറ്റ്സ് ഞാൻ അത് ലീവ് ചെയ്യും, എന്നിട്ടേ അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യും. അതായത് ഒരു 5 മിനിറ്റ്സ് ലീവ് ഓൺ ചെയ്യും. ലീവ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൺസ്ക്രീനാണ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ല മോർണിംഗ് ടൈമിൽ. മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ സൺസ്ക്രീൻ നല്ല രീതിയിൽ മോയ്സ്ചറൈസർ ചെയ്യുന്നുണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യും. സൺസ്ക്രീൻ ഞാൻ എങ്ങനെ യൂസ് ചെയ്യുക, 2 ഫിംഗറിൽ സൺസ്ക്രീൻ എടുക്കും, ഹോൾ ഫേസ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ 2 ഫിംഗർ ഞാൻ എടുക്കും, ഹോൾ ഫേസ് യൂസ് ചെയ്യും. എന്തിനാ ഇത്രയും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. എനിക്ക് എൻ്റെ സൺസ്ക്രീൻ എൻ്റെ ഫേസിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ കുറച്ചധികം യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് പ്രൊട്ടക്ഷൻ വൈസും നമ്മൾ സൺസ്ക്രീൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ അതുകൂടെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2 ടൈംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ AM റൂട്ടീൻ എന്ന് പറയുന്നത്. ഇനി PM റൂട്ടീനിലും ഏകദേശം ഇതുപോലെ തന്നെയാണ്, പക്ഷെ ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ എക്സ്ട്രാ ആഡ് ആവും, അത്രേ ഉള്ളൂ. ആദ്യം ഫേസ് വാഷ് ചെയ്യും, നല്ല രീതിയിൽ ഫേസ് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും അസിലേക്ക് ആസിഡ് ഒരു പീ സൈസ് എമൗണ്ട് എടുത്ത് ഫേസ് മൊത്തം അപ്ലൈ ചെയ്യും. ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഞാൻ റെറ്റിനോയിഡ് അപ്ലൈ ചെയ്യും. റെറ്റിനോയിഡ് അപ്ലൈ ചെയ്ത് വീണ്ടും ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഞാൻ സിക്കാപ്ലാസ് എന്ന് പറയുന്ന ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ഒരു ബാരിയർ റിപ്പയറിംഗ് ക്രീമാണ്. നമ്മൾ ഇപ്പൊ കെമിക്കൽ പീലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഡെർമറ്റോളജിസ്റ്റ് സാധാരണ തരാറുള്ള ഒരു ക്രീമാണ് ഇത്. അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്രീമാണ്. ഓക്കെ, ഇതാണ് എൻ്റെ റൂട്ടീൻ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പറഞ്ഞാൽ എന്താണ് ഈ വെൽ ടോളറേറ്റഡ് സ്കിൻ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നുണ്ട്, പക്ഷെ എന്താണെന്നുള്ളത് പറയുന്നില്ലല്ലോ. നമുക്ക് നമ്മുടെ ബാരിയർ ഡാമേജ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുള്ള, എന്നാൽ നമുക്ക് ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഇപ്പൊ അസിലേക്ക് ആസിഡും റെറ്റിനോയിഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ്ങോ റെഡ്നെസ്സോ അങ്ങനെയൊന്നും വരാണ്ട് നമ്മുടെ സ്കിന്നിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാലും ഓക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വലിയ ഇറിറ്റേഷൻ ഒന്നും കാണിക്കുന്നില്ല, റെഡ്നെസ് ഒന്നും കാണിക്കുന്നില്ല എന്നൊക്കെ ഉള്ളെങ്കിൽ നമ്മുടെ സ്കിൻ അത് ടോളറേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ബേസിക്കലി നമ്മുടെ സ്കിന്നിന് ആ ഒരു പ്രോസസ്സ് സഹിക്കാൻ പറ്റുന്നുണ്ട്. അല്ല, സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ അടിച്ചേൽപ്പിക്കരുത് നമ്മുടെ സ്കിന്നിന്. അതുകൊണ്ടാണ് ഇനി ഞാൻ ഇപ്പൊ പറഞ്ഞ എൻ്റെ റൊട്ടീനല്ലേ, എൻ്റെ റൊട്ടീൻ എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള റൊട്ടീനാണ്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാ സ്കിന്നും അത്രയും ടോളറേറ്റഡ് ആയിരിക്കില്ല. ചിലരൊക്കെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഒരു 25 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ളവർ മാത്രം ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്താൽ മതി. അതിന് താഴോട്ടുള്ളവർക്ക് ഈ ഒരു റൊട്ടീൻ്റെ ഒരു ആവശ്യം പോലും ഇല്ല. അപ്പൊ നമ്മൾ റിങ്കിൾസ് നമ്മളെ സ്കിന്നിൽ വരാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ ചിലർ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞ് ടീനേജിൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണേലും ഞാൻ പറയുന്ന ഈ റെറ്റിനോയിഡ്, അതായത് ട്രെറ്റിനോയിനും അസിലേക്ക് ആസിഡ് ഞാൻ യൂസ് ചെയ്യുന്ന 15% ആണ്. ഇത് രണ്ടും പ്രിസ്ക്രിപ്ഷൻ ഉള്ള മെഡിസിൻ ആണ്. അപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഓക്കെ, നിങ്ങളൊരു 26 ഇയേഴ്സ് ആണ്, നിങ്ങൾ ഈ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഫോളോ ചെയ്ത ആ സെയിം രീതിയിലായിരിക്കില്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, തുടക്കത്തിലെ ഒരു കാര്യം ഞാൻ പറയാം. ഞാനൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ല, ഞാൻ സ്കിൻ സയൻസ് പഠിച്ചിട്ടുള്ള ഒരാളാണ്. സോ എനിക്കറിയുന്ന അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് അനുഭവമുള്ള കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അത്രയുള്ള അതൊരു ബിഗ് സിസ്റ്റർ പറഞ്ഞു തരുന്ന ഒരു കാര്യമായിട്ട് കണക്കാക്കിയാൽ മതി.
അല്ലാണ്ട് ഞാൻ പറയുന്ന സാധനം കണ്ണടച്ച് ഫോളോ ചെയ്യാനല്ല. ഞാൻ ഇതിൽ പറയുന്ന പ്രൊഡക്ട്സ് മെയിനായിട്ട് ഞാൻ 2 പ്രൊഡക്റ്റാണ് പറയുന്നത്. ഒന്ന് ട്രെറ്റിനോയിനും പറയുന്നുണ്ട്, ഒന്ന് അസിലിക് ആസിഡ് പറയുന്നുണ്ട്. ഈ രണ്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അവർ പറഞ്ഞാൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞതിന്റെ പേരിൽ കയറി വാങ്ങരുത്. അത് ഞാനിപ്പോഴും വീണ്ടും വീണ്ടും പറയുകയാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെർമാറ്റിനെ കണ്ടിട്ട് കാര്യം പറഞ്ഞാൽ മതി. ഇതിങ്ങനെ ഒരു കോംബോ യൂസ് ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. ഓക്കെ, ഇനി സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഇത് തുടങ്ങുന്നേ ഉള്ളൂ എങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറയാം. അതായത് നിങ്ങൾ മോർണിംഗ് റൂട്ടീൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് വെക്കുക. അതായത് ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് മാത്രം മതി നിങ്ങൾക്ക്. ഇനി നൈറ്റ് ടൈമിൽ നിങ്ങൾ സൈക്ലിംഗ് മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ആദ്യത്തെ ദിവസം നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് രാത്രി ഫേസ് വാഷ് ചെയ്യും, നല്ലോണം ഫേസ് ഡ്രൈ ആയതിനു ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിനു ശേഷം ട്രെറ്റിനോയിൻ പീ സൈസ് എമൗണ്ട് എടുത്ത് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുക. വീണ്ടും മോയ്സ്ചറൈസർ, അതാണ് സാൻഡ്വിച്ച് മെത്തേഡ്. സാൻഡ്വിച്ച് മെത്തേഡൊക്കെ എല്ലാവർക്കും ഇപ്പം അറിയാമല്ലോ, ഇപ്പൊ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. അപ്പൊ സാൻഡ്വിച്ച് മെത്തേഡ് പോലെ വീണ്ടും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങുക. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഡേ തൊട്ടടുത്ത ദിവസം, ഇതിപ്പോ മൺഡേ ആണ് നിങ്ങളിപ്പോ ഇങ്ങനെ ചെയ്തെങ്കിൽ ട്യൂസ്ഡേ നിങ്ങൾ രാത്രി ഫേസ് വാഷ് ചെയ്തതിനു ശേഷം അസിലിക് ആസിഡ് യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, കിടന്നുറങ്ങുക. ഓക്കെ, അസിലിക് ആസിഡ് സാൻഡ്വിച്ച് മെത്തേഡ് വേണമെന്നില്ല. അഥവാ അസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രം സാൻഡ്വിച്ച് മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ അസിലിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പോയി കിടന്ന് ഉറങ്ങാം. ഓക്കെ, ഇനി തേർഡ് ഡേ വെനസ്ഡേ എന്ന് പറയുന്നത് വീണ്ടും നിങ്ങൾ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുക, തേഴ്സ്ഡേ അസിലിക് ആസിഡ് യൂസ് ചെയ്യുക. ഇതിന്റെ ഇടയ്ക്ക് ചിലർ ചോദിക്കാറുണ്ട് സൈക്ലിംഗ് മെത്തേഡ് അല്ല ഇതിന്റെ ഇടയ്ക്ക് എക്സ്ഫോളിയേഷൻ ചെയ്യണ്ടേ എന്നുള്ളത്. എക്സ്ഫോളിയേഷൻ ചെയ്യണമെന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം അല്ല. മൈൽഡ് ഇത് അസിലിക് ആസിഡ് എന്ന് പറയുന്നത് മെയിൻലി ഒരു എക്സ്ഫോളിയന്റ് അല്ലെങ്കിൽ പോലും മൈൽഡ് ആയിട്ട് ഒരു എക്സ്ഫോളിയേഷൻ നടക്കുന്നുണ്ടാവും ഇത് ചെയ്യുന്ന സമയത്ത്. സോ അത് മതിയായിരിക്കും. അഥവാ നിങ്ങൾക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 ഡേയ്സിൽ ഒരിക്കൽ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങൾ എക്സ്ഫോളിയേറ്റ് BHA യൂസ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ ഈ പറഞ്ഞ രീതിയാണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് സേഫസ്റ്റ് വേ എന്ന് പറയുന്നത്. നമ്മളെ അധികം സ്കിന്നിന് ഒരു പ്രഷർ കൊടുക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതി. ആൻഡ് ഈ ഒരു റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു രീതിയിലാണ്. ഏറ്റവും ഭംഗിക്ക് നമ്മുടെ സ്കിന്ന് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു രീതിക്കാണ്. പിന്നെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന അനുസരിച്ച് ഒരു 8 to 12 വീക്സ് അല്ലെങ്കിൽ ഒരു 6 months ഒക്കെ ഇത് തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് മെല്ലെ 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 നമുക്ക് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പൊ അസിലിക് ആസിഡ് നിങ്ങൾ 15% ആണ് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ എപ്പം ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ 15% മാറ്റി 10 ആക്കുക. 10% യൂസ് ചെയ്തിട്ട് അതിൽ ഓക്കെ ആയി കഴിയുമ്പോൾ ഈ 15 മാറുക. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് ട്രെറ്റിനോയിൻ ഡോക്ടർ തരുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അളവിലായിരിക്കും തരിക. ചിലപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ 0.025 എന്ന് പറയുന്ന പെർസെന്റേജ് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര ഓവർ ആയിരിക്കും. അപ്പൊ അത്രയും വേണമെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ റെറ്റിനാൽ ആയിരിക്കും തരിക. മനസ്സിലായി? എന്റെ റെറ്റിനോയിഡ് എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ട റെറ്റിനോയിഡിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. അതായത് നിങ്ങൾക്കൊരു അത് കണ്ടു കഴിഞ്ഞാൽ വേറൊരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യം വരില്ല. അത്രയ്ക്ക് നല്ല രീതിയിൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റെറ്റിനോയിഡിനെ പറ്റി. അപ്പൊ അതൊന്ന് കണ്ടാൽ ഏകദേശം മനസ്സിലാവും. സോ ഇത്രയാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം. അപ്പം എനിക്കും അതൊരറിവാണ്, ബാക്കിയുള്ളവർക്കും അതൊരറിവാണ്. അപ്പൊ അതും നല്ലതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഇത് ഈ ഒരു പ്രോസസ് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു ഇങ്ങനത്തെ ഒരു സ്മൈലിയില്ലേ, ഇങ്ങനത്തെ ആ സ്മൈലി കിട്ടണേ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.